ഈ വീട്ടിൽ മാത്രമേ ഉണ്ടാവും ഇത്രയധികം പാത്രം. കഴിക്കാലും തീരുവല്ല. അല്ലിപ്പൂങ്കൊമ്പിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. ഏനറിയില്ല ഏലമലക്കാട്ടിലെ മലങ്കുറവാ. അയ്യോ ഓ തല ഇറങ്ങുന്നു കേട്ടോ പുഷ്പേ. നീ ഒരു നാരങ്ങ ഇച്ചിരി ഉപ്പിട്ട് കലക്കി തന്നെ. തല ഇറങ്ങുന്നു. അന്ന് ഇത്ര പെട്ടെന്നൊരു തല ഇറങ്ങല്? വല്ല പാട്ടെല്ലാം പാടുന്നത് വേണ്ടത്? ഇങ്ങനെ വന്നപ്പോഴാ തല ഇറങ്ങി. BP കുറഞ്ഞായിരിക്കും. പെട്ടെന്ന് നാരങ്ങ ആളെടുത്ത തല ഇറങ്ങുന്നടി. നിങ്ങളെ പെങ്ങള് സരിതിയില്ലേ, അവളെ വിളിച്ചിട്ട് വാ. അവള് കളിക്കി തരും നാരങ്ങ വെള്ളം നല്ല ഉപ്പിട്ടിട്ട്. അവള് എന്റെ പെങ്ങളല്ലേ, നീയല്ലേ എന്റെ ഭാര്യ. തല ഇറങ്ങുന്ന ആ ബോധം നിങ്ങൾക്കുണ്ട്. എന്നിട്ടല്ല ഞാൻ പനി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഒരു സ്പൂണ് കഞ്ഞി ഒരുത്തരുത്തുണ്ടാ ഉണ്ടാ? സുന്ദരമായ രണ്ട് കിടിലൻ കൈകളല്ലേ ഉള്ളത്. അവളുടെ കൈ തൊലിയൊക്കെ ഞെറിഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നല്ല കൈയുണ്ട്, അതുപോലെ അവക്കും കൈയില്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ കോരി കൊടുത്തേ? അത് ഞാൻ വെറുതെ കോരി കൊടുത്തതല്ലേ. വെറുതെ കോരി കൊടുത്തതാ? വെറുതെ കോരി കൊടുത്തതല്ല, നിങ്ങൾക്ക് അവളോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെ കോരി കൊടുത്തേ. എന്തോന്നാണ് ഇത്? എനിക്ക് ഭാര്യയോട് ഏറ്റവും സ്നേഹം എന്ന് ബാക്കിയുള്ളവരൊക്കെ പരാതി പറയുന്നു. എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. ഭാര്യയോടുള്ള സ്നേഹം, പെങ്ങളോടുള്ള സ്നേഹം, പിള്ളേരോടുള്ള സ്നേഹം. അങ്ങനെയാ. അയ്യോ, നിങ്ങൾ എന്നെ അത്ര ബുദ്ധിമുട്ടി ഇഷ്ടപ്പെടണ്ട കേട്ടാ. ബുദ്ധിമുട്ടിയല്ല, ആത്മാർത്ഥമുള്ള സ്നേഹം. വേണ്ട, ഇഷ്ടപ്പെടണ്ട. ഞാനുണ്ട് എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടുന്നത് നല്ലതല്ലേ. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇതുപോലത്തെ പരട്ട സ്വഭാവമാണ് നിന്നെ ആരും ഇഷ്ടപ്പെടാൻ. നിങ്ങളെ അമ്മയില്ലേ അപ്പുറത്ത്? അവിടെ ഉണ്ട്. ഉണ്ടാ? എന്നാ അവിടെ പോയി നോക്ക്, അപ്പൊ മനസ്സിലാവും ആർക്കാ പരട്ട സ്വഭാവം. എത്തിയല്ലോ അതിലോട്ട്. എന്ത് പറഞ്ഞു തുടങ്ങിയാലും അവസാനം അമ്മയിൽ വരും. ദേ വന്നല്ലോ അമ്മയുടെ പുന്നാര മോൻ. ഇവൻ എന്റെ മോനാ. എന്നാ നിങ്ങളെ എല്ലാ ഉടായ്പ സ്വഭാവം ഇവനും അറിയാം. എന്ത് ഉടായ്പ സ്വഭാവം? നല്ല സ്വഭാവമാ. എനിക്ക് ആരുടെ സ്വഭാവമൊന്നുമില്ല. ഐ ഹാവ് മൈ ഓൺ ഐഡന്റിറ്റി. PSC ടെസ്റ്റ് എഴുതാൻ തോന്നുന്നു. അതുപോലെ നേരെ പറയാൻ അറിഞ്ഞൂടാ. അതുപോലെ ഈ ഐഡന്റിറ്റി ഉള്ള മോന്റെ കയ്യിൽ എന്തുവാണ് ഇരിക്കുന്നത്? ഇത് മുട്ട, ഇത് എരുമപ്പാൽ. ഇവിടെ മുട്ടയും പാലും ഉള്ളപ്പം പിന്നെ നീ എന്തിനാണ് ഇത് മേടിച്ചോണ്ടേ? അമ്മ, ഇത് എരുമപ്പാൽ. ഇത് ഇനി തൊട്ട് എനിക്കുള്ള ഫുഡ് ഇതാണ്. ഇത് രണ്ടും ഇത് നല്ല പോഷക സമൃദ്ധമായ സാധനമല്ലേ എരുമപ്പാല്. എന്നാ ഒരു കാര്യം ചെയ്തു, ഒട്ടകത്തിന്റെ പാല് മേടിച്ചോ, ഇതിനെക്കാട്ടി നല്ലതായിരിക്കും. ഒട്ടൊന്നും അല്ലമ്മേ, എരുമപ്പാലെല്ലാം. നമ്മുടെ ധോണിയില്ലേ, മഹേന്ദ്ര സിംഗ് ധോണി, ദിവസവും 2 ബക്കറ്റായി കുടിക്കുന്ന എരുമപ്പാല്. അതല്ലേ മറ്റേ കൊറക്കി കടിക്കുന്ന ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ. എടാ, ചാർലി ചാപ്ലിൻ കുടിച്ചുകൊണ്ടിരുന്ന കഴുതപ്പാലാന്നാ പറയുന്നത്. നീ അത് വാങ്ങിച്ചു കൂടി. എടാ സഞ്ജു, നീ ധോണിയുടെ മോനല്ലല്ലോ, പാപ്പാടി പ്രകാശിന്റെ മോനല്ലേ? അപ്പൊ എരുമപ്പാല് കുടിക്കാനായിട്ടില്ല മോനെ. എന്താ പാപ്പാടി പ്രകാശിന് ഒരു കുഴപ്പം? എന്ത് കുഴപ്പം ഇല്ലാത്തത് അത് പറ. വലിയ കുഴപ്പവും ഇല്ല. എടാ മക്കളെ, നീ നിന്റെ ആരോഗ്യം നോക്കണം. സർവ്വധനാൽ പ്രധാനം ആരോഗ്യം. നിനക്ക് എന്ത് സപ്പോർട്ട് വേണേലും ഈ അച്ഛൻ ചെയ്തു തരും. വല്ല അസുഖം വന്ന് കിടന്നാണ്ടല്ലോ, നോക്കാൻ ഒരുത്തരും കാണത്തില്ല. അല്ല, നിങ്ങളെ നോക്കാൻ നിങ്ങളെ പങ്കളില്ലേ, പിന്നെന്താ? അല്ലേടാ, അത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞേ. നോക്കാൻ ഭാര്യയും കാണത്തില്ല, പെങ്ങളും കാണത്തില്ല, ഒരു മനുഷ്യരും കാണത്തില്ല. അതൊക്കെ എനിക്ക് അറിയാച്ച, അതുകൊണ്ടല്ല ഞാൻ എടുത്തോട്ട് ജിമ്മിൽ പോകാൻ പോകുന്നത്. അടിച്ച് തകർക്കണം. ഇവിടെയൊക്കെ മസിലാക്കണം. അച്ഛന്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ഒരു 3000 രൂപ വേണം ഫീസ് കൊടുക്കാൻ. നാളെ തന്നെ ചേർന്നു. എന്തിനാ 3000 രൂപ? ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാൻ, ജിമ്മിൽ ചേരാൻ വേണ്ടി. 3000 രൂപ കൊടുത്തിട്ടുള്ള മസിലൊന്നും വേണ്ട, അതല്ലാതെ കിട്ടുന്ന മസിലൊക്കെ മേടിച്ചാൽ മതി. അല്ല, എക്യുപ്മെന്റ്സിനൊക്കെ പോയി അടിച്ച് പഠിച്ചെങ്കിലല്ലേ കയറി വരത്തുള്ളൂ. അതുകൊണ്ട് ജിമ്മിൽ തന്നെ പോകണം. എടാ, ജിമ്മിൽ പോയാൽ ഈ ജിമ്മ് വലിയ കുഴപ്പമാട്ടോ. അത് ഇളക്കം, ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. നീ അതല്ലാതെ ബോഡി ബിൽഡ് ചെയ്തെടുത്താൽ മതി. അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ വല്ല അസുഖം വരുവേ. പാലൊക്കെ പോയനെ ഇപ്പൊ, സൂക്ഷിച്ചു വേണേ. അവിടെ സഞ്ജു പൈസക്ക് ചോദിച്ചപ്പോ എസ്കേപ്പ് ആയത് കണ്ടാ? എന്നാലേ ഒരു 3000 രൂപ തരൂ. ഒരു 3000 രൂപ തരുമോ ജിമ്മിൽ കൊടുക്കാൻ? എന്തിനാ? കേറ്റാൻ. എന്ത് മസില്? 3000 രൂപ കൊടുത്തിട്ട് പോയി 2 അക്ഷരം പഠിക്കടാ. എന്നിട്ട് പാസ്സായിട്ട് സർക്കാർ ഉദ്യോഗം മേടിക്കാൻ നോക്ക്. ഇമ്മലെ കുമ്പാന്ന് നമുക്ക് ഒന്നിച്ച് അമ്മയും കൂടെ ഡിസ്കൗണ്ട് കിട്ടും.
3000 രൂപ കൊടുത്തിട്ടുള്ള ജിമ്മിലൊന്നും പോണ്ട ഇടിപ്പോ. 3000 രൂപ അച്ചടിച്ച് വെച്ചിനി നിന്റെ അച്ഛൻ. ആണോ? ആ ആണ്, അച്ചടിച്ച് വെച്ചിന് അലമാരയിലുണ്ട്, പോയി എടുത്തിട്ട് വാ. എന്നെ വിളിച്ചോ? ഇല്ല, ഞാൻ ഒപ്പിച്ചോളാം. പൈസയുടെ കാര്യം പറഞ്ഞോണ്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാക്കിയ. ചെറുക്കൻ പോയാ? 3000 രൂപ മസിൽ വയ്ക്കാൻ? നീ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ചാ പോലെ മസിൽ വയ്ക്കാൻ. എന്റെ മസിൽ വെക്കണം. ഇത് മസിലല്ല, ഇത് തിന്നിട്ട് ഫാറ്റ് കയറിയതാ. ആ ഫാറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് മസിലാവുന്നത്. നീ ജിമ്മിൽ പോകണുണ്ടോ? എനിക്ക് ജിമ്മിലൊന്നും പോണ്ട ആവശ്യമില്ല, വീട്ടിലെ ജോലി തന്നെ ചെയ്താൽ മതി. ഇതൊക്കെ തന്നെ ധാരാളം. കാരണം ഈ പയറ്റ് മുഴുവൻ നീ എന്റെ മേത്തിട്ടാണല്ലോ തീർക്കുന്നത്. ചെക്കൻ പൈസക്ക് ചോദിച്ചപ്പോൾ എന്താ വേഗം ഓടിയേ? അങ്ങനെ നമ്മൾ പിള്ളേരെ ധാരാളിത്തത്തിലൊന്നും വളർത്തരുത്. നമ്മളൊക്കെ സാധാരണ കുടുംബത്തിൽ വളർന്നത്. 3000 രൂപ അതാ ധാരാളിത്തം. 3000 വെറും നിസ്സാരമാണ്. പക്ഷെ കൊച്ച് അതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു വേണം വളരാൻ. നീ പിള്ളേരെ അനാവശ്യമായിട്ട് വഴിവിട്ടാണ് സഹായിക്കുന്നത് കേട്ടോ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളല്ലാണ്ട് വേറെ ആരാ ചെയ്യണ്ടേ? ഇനി എന്നാലും പിള്ളേർ ധാരാളിത്തത്തിലൊന്നും വളരാൻ പാടില്ല. ഞാനൊക്കെ എന്റെ കയ്യിൽ 50 രൂപ ജിമ്മിൽ കൊടുത്താ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെയാണ് ഈ ഫാമിലി പാക്ക് ഒക്കെ കിട്ടിയത്.